മൂന്നാളും കോമൺ ആയിട്ട് ഇപ്പം ഷാനും ഫെലിക്സും പറഞ്ഞ ഒരു കോമൺ എലമെന്റ് ഉണ്ട്. അതേപോലെ തന്നെ ദാറ്റ് സെയിം എലമെന്റ് ഇസ് ഓൾസോ ദെയർ ഇൻ അൽഫാൻസ് മോഡൽ ആസ് വെൽ. ദാറ്റ് ഇസ് കോണ്ടന്റ്, റൈറ്റ്? ക്രിയേറ്റിംഗ് കോണ്ടന്റ്. എപ്പോഴാണ് ലൈക്ക് യു ഹാവ് ബീൻ ക്രിയേറ്റിംഗ് കോണ്ടന്റ് ഫോർ സം ടൈം നൗ അല്ലേ? ഹൗ ലൈക്ക് വെൻ ഡിഡ് യു ഡിസൈഡ്, ഓക്കെ, അല്ലെങ്കിൽ അണ്ടർസ്റ്റുഡ്, ഓക്കെ, നൗ കോണ്ടന്റ് ഈസ് ദ തിങ് ആൻഡ് ഐ ഹാവ് ടു മൂവ് ഇൻ ടു കോണ്ടന്റ്? അല്ലാന്നുണ്ടെങ്കിൽ ബിക്കോസ് എക്സലിനെ കുറിച്ചിട്ട് ഐ ഹാവ് നോട്ട് സീൻ ക്രിയേറ്റിംഗ് ലൈക്ക് റീൽസ് അല്ലെങ്കിൽ ഷോർട്സ്. ഇറ്റ്സ് വെരി റീസെൻ്റ്ലി യു സീ ക്രിയേറ്റിംഗ് കോണ്ടന്റ് പവർ ബി ആയിക്കോട്ടെ, ഫോട്ടോഷോപ്പ് ആയിക്കോട്ടെ. യു സീ ലൈക്ക് ലോട്ട് ഓഫ് ട്യൂട്ടോറിയൽസ്, ലൈക്ക് മിനി ബൈറ്റ് സൈസ് ട്യൂട്ടോറിയൽസ് ഓൺ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. So when did you decide, like when did you understand that, okay, now I have to move into content and content is the main channel that I'm going to focus on? Because ende arivile your main channel, your primary marketing tool is your content, alle? So when did you decide and to move and like full-fledged content ആയിട്ട് പോകാന്നുള്ളത്? ഓക്കെ, അതിന് മുന്നേ ജസ്റ്റ് നിങ്ങളോട് ചോദിക്കാം കേട്ടോ, ഇവിടെ എത്ര ആൾക്കാർ ആഗ്രഹമുണ്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ? ആർക്കും ആഗ്രഹമില്ല? ഉണ്ടാവും, മനസ്സിലുണ്ടാവില്ലേ ഒരു നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം, അത്യാവശ്യം റീച്ച് കിട്ടണം, കുറച്ച് ഫോളോവേഴ്സ് വേണം, നിങ്ങളായിട്ടുള്ള ആ നിഷ് ഏരിയയിൽ, അല്ലേ? ഇല്ലേ? ഓക്കെ, ഗ്രേറ്റ്. കുറച്ച് ആൾക്കാർ തല കാട്ടുന്നുണ്ട്. എൻ്റെ ഈ കോണ്ടന്റ് ക്രിയേഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിലല്ല, യൂട്യൂബിലാണ്. എനിക്ക് ആദ്യം ഭയങ്കര ഹെസിറ്റേഷൻ ആയിരുന്നു, എങ്ങനെയാണ് അപ്പം ക്യാമറയ്ക്ക് ഫേസ് ചെയ്യുക. സംഭവം നോളജ് ഉണ്ട്, അത് ഞാൻ ഡെലിവർ ചെയ്യാറുണ്ട് ഓഫ്ലൈൻ കോഴ്സിൽ. ഓൺലൈനിൽ ചെയ്തിട്ടില്ല, ഈവൻ ഒരു വീഡിയോ എടുത്തും കൊണ്ട് ഒരു ഷൂട്ട് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഭയങ്കര ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു. ആൾക്കാർ ഇപ്പോൾ എന്താ വിചാരിക്കുക ക്യാമറയുടെ മുന്നിൽ, അല്ലെങ്കിൽ ഒരു ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്ന, യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ ഒരു 15 മിനിറ്റ് മതി, അല്ലേ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കിയത് പബ്ലിഷ് അടിക്കുന്ന മുന്നേ ഉള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ഹെസിറ്റേഷൻ, അല്ലേ? ആൾക്കാർ എന്താ വിചാരിക്കുക, കമൻറ്റ് കിട്ടുമോ ഇല്ലേ, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുമോ, റൈറ്റ്? ഒറ്റ പോസ്റ്റ് ഇട്ടാൽ മതി, പിന്നെ ആ ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കോളും. അങ്ങനെ ഫസ്റ്റ് എൻ്റെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമേ എൻ്റെ കോണ്ടൻറ്റ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ കോണ്ടൻറ്റ് ഇമ്പോർട്ടൻസ് പിന്നീടാണ് മനസ്സിലാക്കിയത്. ദ കോണ്ടൻറ്റ് ഇൻ ദ സെൻസ് നമ്മളൊരു ഇപ്പോൾ ഇവനൊരു നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ അറിയാണ്ട് നമ്മളെ കൈ നമ്മൾ ഫോണിലേക്ക് പോകലുണ്ട്, ബോറടിക്കുമ്പോൾ, അല്ലേ? ചില മൊബൈലിൽ കളിക്കുന്നുണ്ടെന്ന് അറിയാം. ഇപ്പോൾ ഒരു നിസ്കാരം കഴിഞ്ഞാലും ആൾക്കാർ എടുത്ത് നോക്കലുണ്ട് ഫോണിൽ, ബൈ ഡീഫോൾട്ട് പോവും ഫോണിലേക്ക്. അത് അങ്ങനെയാണ്. അപ്പം മിനിമം ഒരു മിനിറ്റ്സിൻ്റെ ഉള്ളിൽ, അതായത് ഇപ്പം ഒരു റീലിൻ്റെ ഒക്കെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 സെക്കൻഡ്സാണ്. അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ബെസ്റ്റ് കോണ്ടന്റ് എങ്ങനെ കൊടുക്കാമെന്ന് നമ്മൾ ആലോചിക്കും, അല്ലേ? ആ 90 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഇനീഷ്യൽ 15 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് എൻ്റെ ഫേസ് കാണിക്കണം. ആൾക്കാർ എന്തും വിചാരിച്ചോട്ടെ, വേണമെങ്കിൽ ഷോ ഓഫിനാവും, എന്തും ആയിക്കോട്ടെ. ആ 15 സെക്കൻഡ്സിന് ആ ഫേസ് എന്താ, എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ്ങാണ്. ഞാൻ മാർക്കറ്റിംഗിലാണ്, ഒന്നും നടക്കുന്നില്ല. ആൾക്കാർ എന്തും കരുതിക്കൂടെ. അപ്പോൾ ചിലർക്ക് അവർക്ക് ഷോ ഓഫ് ചെയ്യാനാണ്. എനിക്ക് വേണ്ടെങ്കിൽ ആ 90 സെക്കൻഡ്സും എൻ്റെ സ്ക്രീൻ കാണിച്ചിട്ടാൽ മതി. കാരണം എൻ്റെ ആ നോളജ് അല്ലെങ്കിൽ ആ ഏരിയ എക്സലോ പവർ ബി എസ്ക്യൂലോ ടാബ്ലോ ആയിരിക്കും. ആ സ്ക്രീൻ കാണിച്ച് എനിക്ക് നോളജ് ഷെയർ ചെയ്യാം. പക്ഷേ 15 സെക്കൻഡ്സ് ഞാൻ തീരുമാനിച്ചാൽ ഞാൻ എൻ്റെ ഫേസ് കാണിക്കണം, എൻ്റെ ഇൻട്രോ കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്നെ മാർക്കറ്റ് ചെയ്യണം. നമുക്കെല്ലാവർക്കും ഒരു ഇൻവിസിബിൾ പ്രൈസ് ടാഗ് ഉണ്ട്, അല്ലേ? ഒരു വാല്യൂ ഉണ്ട്. അതാണ് അവിടെ, അതാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് ഓരോന്നിലും. അപ്പോൾ കോണ്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ കരുതുന്നത് അവർക്ക് 90 സെക്കൻഡ്സ് അല്ലേ, ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ശരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ 2-3 ഡേയ്സ് എടുത്തിരിക്കാം ഒരു നല്ലൊരു കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ. ആ ഒരു 90 സെക്കൻഡ്സ് ആൾക്കാരെ പിടിച്ചിരുത്തലാണ് അതിൻ്റെ സക്സസ്. അല്ലെങ്കിൽ 30 മിനിറ്റ്സിൻ്റെ യൂട്യൂബ് വീഡിയോയിലൊക്കെ ആൾക്കാർ ആ ഒരു ഫ്ലോർ ഇങ്ങനെ പോലെ പൗസ് ചെയ്യാണ്ട് ജസ്റ്റ് ആ ഫുള്ള് കണ്ടു തീർക്കണം. അതായിരിക്കും എൻ്റെ സക്സസ്. അപ്പോൾ ടൈം എടുത്താൽ നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫീൽഡ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഫീൽഡ് ഇപ്പം എക്സലാണ്. എത്രമാത്രം എക്സൽ എനിക്ക് തോന്നുന്നില്ല 90% ആൾക്കാരും എക്സൽ യൂസ് ചെയ്യുന്നത്. കാരണം നിങ്ങളത് കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ഫീൽഡാണ്. അപ്പം നിങ്ങളുടെ ഫീൽഡിലുള്ള ആ ഒരു സംഭവം, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിസൈനിങ് ആയിക്കോട്ടെ, അതിൽ ഏറ്റവും ബെസ്റ്റ് കോണ്ടന്റ്. കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവാം. നിങ്ങളൊരു കോട്ട് കേട്ടിട്ടുണ്ടാവും, യു ക്യാൻ വിൻ എന്നൊരു ബുക്ക് ഉണ്ടല്ലോ, ഡോണ്ട് ഡു ഡിഫറെൻറ്റ് തിങ്സ്, ഡു തിങ്സ് ഡിഫറെൻ്റ്ലി, അല്ലേ? അപ്പം ചെയ്യുന്ന കാര്യം സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം. കോമ്പറ്റീറ്റേഴ്സ് നമ്പർ ഓഫ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫീൽഡിലെ കാര്യം നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റ് ആണെങ്കിൽ ഏറ്റവും നല്ല സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ആരും ചെയ്യാത്ത സംഭവം റിസർച്ച് ചെയ്തും കൊണ്ട് അത് പബ്ലിഷ് ചെയ്ത് നോക്കൂ. പിന്നെ പോക്ക് പോകും. നമ്മൾ വെറുതെ വിചാരിക്കുക കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. അതായത് നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആവണമെങ്കിൽ എവറി 2 ഡേയ്സ് കൂടുമ്പം ഇത്ര മണിക്ക്, ഫോർ എക്സാമ്പിൾ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഇന്ന ടൈമിൻ്റെ തൊട്ട് ഇന്ന് വൈറലാവും, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. കോണ്ടന്റ് ബെസ്റ്റ് ആണോ അത് വൈറലായിക്കോളും തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ അങ്ങനെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ആളൊന്നുമില്ല. എൻ്റെ മൈൻഡിലൊരു കോണ്ടന്റ് ഉണ്ടെങ്കിൽ ഇന്ന് എങ്ങനെയെങ്കിലും പബ്ലിഷ് ചെയ്തേ പറ്റൂ. കാരണം ആ ഒരു ക്യൂരിയോസിറ്റി വന്നു എങ്ങനെയെങ്കിലും. കാരണം നല്ലൊരു സബ്ജക്റ്റ് എനിക്ക് തോന്നി. അപ്പോൾ ജസ്റ്റ് ഒന്ന്
ഡമ്മി ആയിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ ലൈമാനിൽ എൻ്റെ വൈഫിനോട് ഡിസ്കസ് ചെയ്യും. എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്, ഇൻട്രസ്റ്റിംഗ് ആണോ? ചിലപ്പോൾ വേണ്ട, അത് വേണ്ട, കാരണം കോമൺ അല്ലേ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ 90 seconds ഉള്ളത്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു, അത് കുഴപ്പമില്ലാത്തതിൽ പോയിട്ട് ഞാൻ ആകെ പറഞ്ഞു എൻ്റെ ഫേസ്, ഞാൻ എന്തൊക്കെയും പറയാം, എൻ്റെ ഫേസ് കാണിച്ചും കൊണ്ട് ഞാൻ പറഞ്ഞു ഒരു 4 ബട്ടൺ മതി, മൈക്രോസോഫ്റ്റ് ഫ്രീ ആയി കിട്ടും. അപ്പോൾ ക്യൂരിയോസിറ്റിയാ, ആ 4 ബട്ടൺ എന്താ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പോകും. അല്ലാണ്ട് ഇതാ എൻ്റെ പേര് മുഹമ്മദ് അൽഫാനാണ്, താങ്ക്സ് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ, കഥ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ടു ദി പോയിന്റ്. അപ്പോൾ ആൾക്കാർ ഇടിച്ചെടുത്താൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് കോണ്ടന്റ്. ആ ആൾക്കാർ വിചാരിക്കും എന്താ 90 seconds അല്ലേ, പെട്ടെന്ന് കഴിഞ്ഞു. 90 seconds ഒരുപാട് എഫേർട്ട് ഉണ്ടാവും. നമ്മളെ തോട്ട് പ്രോസസ്സ്, അതായത് ഏത് ബെസ്റ്റ് രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നതിന് വളരെ സിമ്പിളായിട്ടും കൊണ്ട് കൊടുക്കുക. നിങ്ങളിങ്ങനെ കോമ്പറ്റീറ്റൻസ് കൊടുക്കൊന്നും വേണ്ട. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, അൽഫാൻ എന്തുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിൽ എടുത്തുകൂടാ, വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസ് കിട്ടില്ലേ? എനിക്ക് ഒരുപാട് ഇന്നേക്കാൾ അടിപൊളിയായിട്ട് കൊടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വേൾഡ് വൈഡ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് മലയാളം ചൂസ് ചെയ്തു. അത് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പം ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഷാന് നേരത്തെ പറഞ്ഞു 2 കാര്യം, അത് ഞാൻ കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നെറ്റ്വർക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ എൻ്റെ ഇതിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ്. ഞാനൊരു പണ്ട് ട്യൂഷൻ എടുത്തിരുന്ന കുട്ടികളെ ഈ ഒരു പാഷൻ കാരണം, അതായത് ഈ ഒരു ടീച്ചിങ് കാരണം, ഈ ടീച്ചിങ്ങിനുള്ള പാഷൻ കാരണം ഈ +2 കൊമേഴ്സ് സബ്ജക്റ്റ്, അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ BCom, ഈവൻ 8ാം ക്ലാസ് വരെ ട്യൂഷൻ എടുത്ത ആളാണ്. ഈ ഒരു ടീച്ചിങ്ങിലുള്ള പാഷൻ കാരണം എൻ്റെ ഫസ്റ്റ് എക്സലിലേക്കുള്ള ഈ സെഷൻ, ഫ്രീ ട്രെയിനിങ് സെഷൻ ഒരുപാട് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് കൊടുത്തത് ചെറുട്ടോടുള്ള നിങ്ങളെ പഴയ ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിലാണ് കൊടുത്തത്. അതായത് ഒരു HR ടീമുണ്ട്, ഒരു 5-8 പേരുള്ള ഒരു ഗ്രൂപ്പിനാണ്. അത് ത്രൂ ആണ് 1 by 1 കൊടുത്തത്. പിന്നെ ഓൺലൈൻ ബൈ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പെയ്ഡ് ആവാൻ തുടങ്ങി. അത് ത്രൂ റെഫറൻസ് കിട്ടി, പുറത്തു പോകാൻ തുടങ്ങി. ഇപ്പോൾ UAE അധികം ഒരുവിധം കമ്പനീസിന് കൊടുത്തു. ഒരു വർക്ക്ഷോപ്പ് ഇനീഷ്യേറ്റ് ചെയ്തു UAE ഒരു 1 years or 2 years ബാക്ക്. ആ വർക്ക്ഷോപ്പിൽ അജ്മാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരാൾ വന്നിരുന്നു, അതായത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുള്ള മൂപ്പർ റെഫർ ചെയ്തു. ഇപ്പോൾ ഗസ്റ്റ് ലെക്ചറായിട്ട് അജ്മാൻ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുകയാണ്. ജസ്റ്റ് നെറ്റ്വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. അതേ സെയിം അജ്മാൻ യൂണിവേഴ്സിറ്റിയാണ് ഖലീഫ യൂണിവേഴ്സിറ്റി അബുദാബിലേക്ക് റെഫർ ചെയ്തത്. അവർ റെഫർ ചെയ്തു ഖത്തർ യൂണിവേഴ്സിറ്റി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാഷനോട് കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളെ ഗ്രോ ബാക്കെൻഡിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. നിങ്ങളൊന്നിനും വെയിറ്റ് ചെയ്യണം, നിങ്ങളെ പാഷൻ അതിൽ പുട്ട് ചെയ്താൽ മതി. ഞാൻ എന്താ നേരത്തെ പറഞ്ഞത്, ഒരു ടെക്നിക്കൽ വേർഡോ ഒരു ഹൈഫൈ വേർഡോ യൂസ് ചെയ്യണം, വളരെ ജനറിക് ആയുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞ ഒരു 1 man ഷോ ആണുള്ളത്. ഇപ്പോഴും 1 man ഷോ ആണ്. കാരണം ഒരു സ്റ്റാഫോ ഒരാളും ഇല്ല എൻ്റെ ഓഫീസിൽ, ഒറ്റക്കാണ്. കാരണം ഇവിടെ ഇപ്പോൾ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, കുറേ ഒരുപാട് ചോദിച്ചു എനിക്ക് എന്തുകൊണ്ട് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടുകൂടാ. എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടുണ്ടെങ്കിൽ, കാരണം എൻ്റെ ഓഡിയൻസ് എന്താ പറയുക, ഈ ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടികളല്ല, വർക്കിംഗ് എംപ്ലോയീസാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യമില്ല എനിക്ക്, കാരണം അവർ വരാൻ ഞായറാഴ്ച മാത്രം. അപ്പോൾ ഞാൻ എന്തൊക്കെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തുകൊണ്ട് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് ട്രാവൽ ചെയ്തുകൊണ്ട് പുറത്ത് ഞാൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് വീഡിയോ എഡിറ്റിംഗ് ഞാൻ തന്നെ പഠിച്ചു, ഞാൻ തന്നെ ചെയ്യാറ്. ക്യാമറ കുറച്ച് സംഭവങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ക്യാമറ മേടിച്ചു, ഞാൻ തന്നെ വീട്ടിൽ ചെയ്യാറ്. പക്ഷേ ഒരു ഫസ്റ്റ് റിവ്യൂ എന്നുള്ളതിൽ എൻ്റെ വൈഫിനോട് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയുണ്ട് എന്നുള്ളതിൽ, അത്രമാത്രം ചെയ്യാറുണ്ട്. പിന്നെ പബ്ലിഷ് ചെയ്യും. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണമെങ്കിൽ ഫസ്റ്റ് ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും, എങ്ങനെ ആവുക, നല്ല ലെവലിലെത്തുമോ. നിങ്ങൾ ആദ്യം ഒരു ഒറ്റ വീഡിയോ പബ്ലിഷ് ചെയ്ത് നോക്കൂ, നല്ലൊരു കോണ്ടന്റോട് കൂടി വേറെ ലെവലിലെത്തും തീർച്ചയായിട്ടും. ഷുവർ. Yeah, next, coming back to Shan, I'll come to Shan. Hit that share button. Hit that share button. Yeah, ഒരു ഷെയർ ബട്ടൺ കണ്ടന്റ് ക്രിയേറ്റ് നിങ്ങളൊക്കെ ഡ്രാഫ്റ്റിൽ മിക്കവാറും ഉണ്ടാവും. ആ ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ബാക്കി കണ്ടന്റ് ആയിക്കോളും. അത് അൽഫാൻ നേരത്തെ പറഞ്ഞതാട്ടോ. ഇവിടെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്, ആ ബാക്കിലിരിക്കുന്നതാ. കുറെ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ആ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ല. ഓക്കെ. So Shan, again coming same thing, content thannaanu. You're someone who is recently into content, I think past few weeks, 5-6 weeks, past 2 months ആയിട്ടുണ്ട്. And why so late to content, like especially because ഞാൻ അത് ചോദിക്കാനുള്ള കാരണം വെച്ചാൽ you're someone who is into marketing space for a long time as a consultant especially. അപ്പോൾ you're working with clients, businesses, and you ask them to create content for the brands that you're working with, right? You're building companies, അതേപോലെ തന്നെ you're building your own businesses, multiple businesses. But why the decision came in late to create content? Very, very interesting question. പറഞ്ഞ പോലെ ഞാൻ അത്ര വയസ്സ് തീരല്ലോ. എനിവേസ്, എനിക്ക് മനസ്സിലായത് ഹാരിസും റിസ്വാനും കൂടിയും റോസ് ഇരുന്ന്, അതെ ഷാം വല്ലാതെ ജോളിയായിട്ട് നടക്കുന്നുണ്ട്, ഈ ചങ്ങായി ഒരു കണ്ടന്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, ഇങ്ങനെ സെറ്റായി നടക്കുക, ഇവനൊരു പണി കൊടുക്കാം. ആ പണിയാണ് ആ നിൽക്കണ പണി.
ഓക്കെ, റാഷിദ്. അവൻ വന്ന് പറഞ്ഞ് ഞാനിങ്ങനെ സാസ് മാർക്കറ്ററാണ്, നിങ്ങളെ ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്ത് തരാം, ഞാൻ ഭയങ്കരനാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ കൂടിക്കോ, പിന്നെ ലെറ്റ് സി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഓൻ്റെ വിധം മാറി. ഓൻ പറഞ്ഞ് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നാലേ കാര്യം നടക്കുള്ളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് വീഡിയോ? നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ആയിക്കോളാം. അവനത് ഇതൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ ശരി. ഇവന് വെറുപ്പിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി, പിന്നെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ്, പക്ഷേ ബാക്ക് ഓഫ് ദ മൈൻഡ് ഐ വിൽ ടെൽ യു ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി വൺ. പക്ഷേ സംഭവം നിങ്ങളൊക്കെ പോലെ തന്നെ കണ്ടന്റ് വേണ്ട, ആരെന്ത് വിചാരിക്കും, ഞാൻ മറ്റവരെന്ത് പറയും, ഇവരെന്ത് പറയും, ഇവരൊക്കെ ഫേസ് ചെയ്യണ്ടേ. ഓക്കെ, എനിവേസ് ഞാൻ പോയിരുന്ന് പിന്നെ ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഒന്നും ശരിയാക്കിയിട്ട് ഇവൻ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിനുള്ള ആൻസർ പറഞ്ഞു. അപ്പം ഉണ്ട് രാത്രി വിളിച്ചു പറഞ്ഞ് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ രക്ഷപ്പെട്ട് ഒന്നിനും കൊള്ളാത്ത കണ്ടന്റ് ആയിരിക്കും, ഐ ഡോണ്ട് നോ ടു സ്പീക്ക്. അപ്പോൾ അവൻ പറഞ്ഞു അതല്ല പിന്നെ എഡിറ്റർ ഇല്ല, എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, ഓനെ വിളിച്ചോ ഓൻ ചെയ്തു തരും. പിന്നെ മൂപ്പര് തിരിച്ചു വരുന്ന ഒരു 10 റീലും ആയിട്ടാണ്. അപ്പം പിന്നെ ദാറ്റ്സ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ്. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ആസ് മാർക്കറ്റർ വി ഡോണ്ട് സ്റ്റോപ്പ്, റൈറ്റ്? then it's a journey. ഓക്കെ, അത് പറഞ്ഞപ്പോൾ പിന്നെ ബ്രേക്ക് ചെയ്ത് ഐസ്, ആ ഷെല്ല് ബ്രേക്ക് ചെയ്ത് കെയിം ഔട്ട്. ഇന്നലെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ എനിക്കൊന്ന് 3 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. ഇനി അതൊന്ന് ട്രൈ ചെയ്യട്ടെ. നിങ്ങൾക്ക് ഞാൻ പബ്ലിക്കലി ഫെയിൽ ആവണ കാണാം. ഐദർ ഐ വിൽ വിൻ ഓർ ഐ വിൽ ഫെയിൽ. പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് 3 സബ്സ്ക്രൈബേഴ്സ്. ജസ്റ്റ് ആഡിങ് ഓൺ ടു എ പോയിന്റ്, ഞാൻ ഒരു 1.5 വർഷം മുന്നേ വരെ ഐ ഹാഡ് എ പെർസെപ്ഷൻ. ഓക്കെ, നമ്മൾ ഈ സോഷ്യൽസിൽ വി ഓൺലി സീ പീപ്പിൾ വിത്ത് വെരിഫൈഡ് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വി സി ലൈക്ക് ദിസ് ഇസ് ലൈക്ക് ഹ്യൂജ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പം എൻ്റെ മൈൻഡിൽ ബാക്ക് ഇൻ മൈൻഡ് ഐ ഹാഡ് ദിസ് പെർസെപ്ഷൻ, ഈ വെരിഫൈഡ് ആയിട്ടുള്ള ഇത് വരണമെന്നുണ്ടെങ്കിൽ യു നീഡ് ലൈക്ക് ലോഡ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. പക്ഷേ ഒരു 1.5 years മുന്നേ എൻ്റെ സ്വന്തം നാട്ടിൽ ഐ മെറ്റ് എൻ ഓൺട്രപ്രണർ. ഓക്കെ, ഹീസ് വൺ വെരി നോൺ പേഴ്സൺ, കേരള സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ വൺ വെരി നോൺ പേഴ്സൺ. ഈസ് ഇൻ ടു മെഡിക്കൽ ഫീൽഡ്, ലൈക്ക് ഫാർമ ഫീൽഡിലാണ്. പുള്ളിക്കാരൻ ആകെ 800 ഫോളോവേഴ്സ് ഉണ്ട്. ഓക്കെ, ഹി ഹാവ് ബീൻ ഫോളോയിങ് സം 200 സംതിങ് പീപ്പിൾ. പക്ഷേ ഹി വാസ് വെരിഫൈഡ് അക്കൗണ്ടാണ്. അപ്പോൾ ഐ വാസ് വെരി ക്യൂരിയസ്, ലൈക്ക് ഇതെന്താ ജസ്റ്റ് 800 ഫോളോവേഴ്സ് ഈസ് വെരിഫൈഡ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. പേജിലാണെന്നുണ്ടെങ്കിൽ സം 10-12 പോസ്റ്റ് ഉണ്ട്, അത് ഫുൾ ഫാമിലി ഇതൊക്കെയാണ്. ജസ്റ്റ് എ വെരി എന്താ പറയുക നോട്ട് സോ സോഷ്യൽ പേഴ്സൺ. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അങ്ങനെ ഒന്നല്ല. എന്നിട്ട് വൺ ഫൈൻ ഡേ ദിസ് ഗൈ ഓൺ ലിങ്ക്ഡ്ഇൻ സംവെയർ ഹി ടെക്സ്റ്റഡ് മീ. ഓക്കെ, എന്നിട്ട് ആസ്റ്റ് ഇങ്ങനെ സംസാരിച്ചപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മേ ബി ഒരു 3-4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. സംസാരിച്ച് വന്നപ്പോഴേക്ക് സംവെയർ വി ആർ ഫാമിലി ആൻഡ് റിലേറ്റീവ്സ്. എന്നിട്ട് ഒരു ദിവസം പറഞ്ഞാൽ മീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ പോയ സമയത്ത് വി മെറ്റ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, അല്ല ഞാൻ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്, ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ പറഞ്ഞു, നീ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് എന്നെ ഒന്ന് സെർച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ഐ വെന്റ് ആൻഡ് സെർച്ച്ഡ് ഹിസ് നെയിം. 1, 2, 3, 4, 5 അറ്റ്ലീസ്റ്റ് ഒരു 10-15 ഗൂഗിൾ പേജസ് ഹി ഓൺസ് ഇറ്റ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് നോട്ട് കണ്ടന്റ് ക്രിയേറ്റഡ് ബൈ ഹിം, ദാറ്റ് വാസ് കണ്ടന്റ് ക്രിയേറ്റഡ് ഓൺ ഹിം. അതായത് ആർട്ടിക്കിൾസ്, ബ്ലോഗ്സ്, മാഗസിൻസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. പുള്ളിക്കാരൻ ക്രിയേറ്ററോ കാര്യങ്ങളൊന്നുമല്ല, ബട്ട് ഹി ഹാവ് എ പേഴ്സണൽ ബ്രാൻഡ് ആൻഡ് ഹി ഈസ് സം വെരി റെപ്യൂട്ടഡ് പേഴ്സൺ outside of India. ഇന്ത്യയിലല്ല, outside of India, because he have been into AI, tech, like pharma and all of that. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഇറ്റ്സ് റിയലി നോട്ട് അബൌട്ട് നമ്പേഴ്സ് ബട്ട് റാദർ ദാൻ ദി ഐഡിയാസ് ആൻഡ് വാല്യൂ ദാറ്റ് യു ആഡ് ഓൺ. ആൻഡ് വെൻ നമ്മളെപ്പോഴും ഈ പേഴ്സണൽ ബ്രാൻഡ് അല്ലെങ്കിൽ കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് തന്നെ ഇവിടെ സ്റ്റുഡൻസിൻ്റെ അടുത്താണ് പറഞ്ഞൊരു കാര്യമുണ്ട്, വി ഹാവ് ലൈക്ക് ദിസ്, വി ഡു ദിസ് ചാലഞ്ച്, Wow 21 ചാലഞ്ച്, ജസ്റ്റ് ടു മേക്ക് ദം ഫെമിലിയർ വിത്ത് ലിങ്ക്ഡ്ഇൻ. 21 ദിവസം യു പോസ്റ്റ് കണ്ടന്റ്. അപ്പോൾ എല്ലാവരും പറയണ്ട ഇതിന് റീച്ചില്ല, ഇതായിട്ടില്ല, ആകെ 4 ആളായിട്ടുള്ളൂ. ഇപ്പോൾ ഷാൻ പറഞ്ഞ പോലെ 3 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. ഡസൻറ്റ് മാറ്റർ, ബട്ട് വാട്ട് ആക്ച്വലി മാറ്റേഴ്സ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇസ് ദ വാല്യൂ യു പ്രൊവൈഡ് ആൻഡ് ദി ഓപ്പർച്യൂണിറ്റി, ലൈക്ക് the value you gain from that as well. ഇപ്പോൾ നേരത്തെ like Alfan പറഞ്ഞ പോലെ the network it opens to. Now I'm sitting here, I firmly believe it's because of the network it opened through the content, and fortunately been to like many spaces. All of that was because of either LinkedIn or Instagram or YouTube or podcast, and that was purely content, nothing in return. Monetary value I have never calculated yet, but the value beyond that, I'm truly grateful for that, and that is the brand that I believe is actually personal branding.
And coming to Felix now again, you're not someone who create videos. 2 weeks. Alle? I started. Just started. Alle? Before that, you have been into creating content apart from videos. അല്ലേ ഇപ്പോഴുള്ള ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും ഐ എം നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ വിത്ത് ക്രിയേറ്റിംഗ് വീഡിയോസ് അല്ലാന്നുണ്ടെങ്കിൽ നെവർ ഇൻ ലൈഫ് ഐ ക്യാൻ ഈവൻ തിങ്ക് ഓഫ് എന്താ പറയുക ഒരു വീഡിയോ ക്യാമറയുടെ മുന്നിൽ എടുക്കുക അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് ഒരു വീഡിയോ എടുക്കുക നോ ബട്ട് ദർ ആർ അതർ മീൻസ് ഓഫ് ക്രിയേറ്റിംഗ് കോണ്ടന്റ് ആസ് വെൽ വെദർ ഇറ്റ് ഇസ് ലിങ്ക്ഡിൽ ഒരു ബ്ലോഗ് എഴുതുന്ന ആയിക്കോട്ടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്യുന്ന ആയിക്കോട്ടെ ഓർ SEO ലൈക്ക് യു റാങ്ക് യുവർ ലൈക്ക് വെബ്സൈറ്റ്സ് യൂസിങ് ബ്ലോഗ്സ് ഓർ സംതിങ് സോ ഈ വീഡിയോസ് ചെയ്യുന്നതിന് മുന്നേ യു ഹാവ് ഓൾസോ ബീൻ ക്രിയേറ്റിംഗ് കോണ്ടന്റ് വെദർ ഇറ്റ് ഇസ് SEO ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സോ വാട്ട് വുഡ് ബി ലൈക്ക് ഇഫ് അറ്റ് ഓൾ വീഡിയോസ് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാരാണ് ബട്ട് ദേ ആർ മാർക്കറ്റേഴ്സ് ദേ നീഡ് ടു ബി വെൽ വേഴ്സ്ഡ് വിത്ത് കോണ്ടന്റ് ആസ് വെൽ വാട്ട് വുഡ് ബി ദേ വേ ടു ഗോ ഓൺ ഷുവർ യാ അപ്പോൾ ഞാൻ കോളേജ് സമയത്താണ് ലൈക്ക് ബ്ലോഗ്സ് എഴുതായിരുന്നു ഐ യൂസ് ടു റൈറ്റ് ഓൺ medium.com wordpress.com പോയിട്ട് ബ്ലോഗ് എഴുതായിരുന്നു അപ്പോൾ മോസ്റ്റ്ലി ദ തിങ് ഇസ് വാസ് ഡോക്യുമെൻറ്റിങ് മൈസെൽഫ് ലൈക്ക് വാട്ട് ഐ എം അപ് ടു എന്നുള്ള രീതിയിൽ സം ലേണിങ്സ് ആൻഡ് ഓൾ അങ്ങനെ ബ്ലോഗ്സ് എഴുതുമായിരുന്നു സോ ദാറ്റ് വാസ് ദ ഹോൾ മീഡിയം ഐ യൂസ്ഡ് ലിങ്ക്ഡിൻ പ്രോപ്പർലി ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ട്വിറ്ററും പ്രോപ്പർലി ഉപയോഗിച്ചിട്ടില്ല ജസ്റ്റ് medium.com മാത്രമാണ് ആൻഡ് ഇറ്റ് യൂസ് ടു റാങ്ക് ഓൺ ലോക്കൽ SEO സെർച്ച് ചെയ്യുമ്പോൾ ഇറ്റ് യൂസ് ടു റാങ്ക് സംവർ അപ്പം അങ്ങനെ പീപ്പിൾ യൂസ് ടു കം ആൻഡ് സെർച്ച് ഫോർ മീ അപ്പോൾ ദ തിങ് വാസ് ഐ വാസ് ജസ്റ്റ് ഡോക്യുമെൻറ്റിങ് സ്റ്റഫ്സ് പിന്നെ കംഫർട്ടബിൾ ആയിരുന്നില്ല ടു പുട്ട് മൈ സെൽഫ് അപ്പ് നൗ ഇത്തിരി ഷാനക്ക് വീഡിയോ ഉണ്ടാക്കി കണ്ടപ്പോൾ ജസ്റ്റ് ഓക്കെ എനിക്ക് ഒരു സംഭവം വന്നു സോ ദാറ്റ്സ് ദ ഹോൾ തിങ് സോ ഐ ഓൾസോ സ്ലോലി സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് വീഡിയോസ് ബട്ട് നോട്ട് മൈ കംഫർട്ട് സോൺ ഇതാണ് സോ ബട്ട് നോർമലി ഐ യൂസ് ടു റൈറ്റ് എ ലോട്ട് സോ ദാറ്റ്സ് ദ ഹോൾ തിങ് just document document. document what is happening document what happened അപ്പോൾ എൻ്റെ medium.com പോയി അറിയാൻ പറ്റും ലൈക്ക് ഫ്രം 2016-2015 തൊട്ട് കുറേ ബ്ലോഗ്സ് ഒക്കെ ഉണ്ട് how a college engineering അന്ന് we had a startup back then so I was just explaining how we started a startup and all പിന്നെ like lot of things learned ചെയ്തിട്ടുള്ളത് I used to randomly write and people used to come അങ്ങനെയൊക്കെ ആയിരുന്നു it's just I was not intending for people to come മനസ്സിലായോ just putting it out there for the future me to look back I also one thing I do is like every birthday I used to write a private blog to myself and I look back each time so like for the last 6 years I've been doing it അങ്ങനെ I used to write it for myself some things of it are public some things are mostly private so that's the thing it was never about എന്താ പറയുക all these things I was just writing for myself yeah I think ഈ documentation there is a എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് സൈഡ് കൂടെ ഉണ്ട് നമ്മൾ ഇന്നൊരു സാധനം ഡോക്യുമെന്റ് ചെയ്തിട്ട് വെദർ ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലോസ് ദാറ്റ് യു ഹാവ് ബീൻ എന്നിട്ട് അതിനെക്കുറിച്ച് യു ലൈക്ക് ഓക്കെ സംതിങ് ഹാപ്പൻ ദിസ് സോ ആൻഡ് സോ എന്നിട്ടൊരു 3 months or 4 months കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് യു മൈഡ് ഹാവ് ഓൾറെഡി ഓവർകം ദാറ്റ് ആൻഡ് വെൻ യു ലുക്ക് ബാക്ക് ഇറ്റ്സ് ലൈക്ക് ഓക്കെ ഐ ഹാവ് ഗ്രോൺ സംവെയർ അല്ലാന്നുണ്ടെങ്കിൽ മേ ബി യൂസ് ലൈക്ക് യു ആർ അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് യു ഗോ ബാക്ക് ടു ദ പോസ്റ്റ് അല്ലെങ്കിൽ ബ്ലോഗ്സ് തിങ്സ് യു ഹവ് റിട്ടൺ ദാറ്റ് ഓട്ടോമാറ്റിക്കലി ഫീൽസ് ലൈക്ക് ഓക്കെ ഐ നീഡ് ടു ഡു സംതിങ് ആസ് വെൽ സോ I'll add one more point. ഈ ഫെലിക്സ് ലോക്കൽ SEOൻ്റെ ഒരു ബ്ലോഗ് ചെയ്തിരുന്നു പറഞ്ഞു ഐ ഹാവ് മെയ്ഡ് മണി വിത്ത് ഇറ്റ് ലോക്കൽ SEO പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്സാണ് റൈറ്റ് സം പെയിൻറ്റ് തിങ് ആ ഹാർഡ്വെയർ ഏതൊരു പിന്നെ അവൻ്റെ റിലേറ്റീവിൻ്റെ ഏതൊരു ഷോപ്പ് റാങ്ക് ചെയ്തതാണ് അത് വെച്ച് ഞാൻ 56 ഷോപ്പ് റാങ്ക് ചെയ്ത് ആൻഡ് ഐ ഹാവ് മെയ്ഡ് മേ ബി സം എ ഫ്യൂ ലാക്സ് വിത്ത് ദാറ്റ് ജസ്റ്റ് വാണ്ടഡ് ടു ആഡ് സോ കണ്ടന്റ് വർക്ക്സ് like especially in 2023 if any businesses that is not running on content I think they're losing out on like lot of opportunities especially so again as everybody is an entrepreneur again and everybody is building multiple things also it takes a lot of hardship beyond that as well like as Alfan said Alfan is running most of the things on his own Shan has a team Felix has a team and again ഇവിടെ ഒരുപാട് ആൾക്കാർ they are soon to be entrepreneurs or want to be entrepreneurs or even entrepreneurs as well as how they label small business owners ഒക്കെ ആയിരിക്കാം ഒരുപാട് ആൾക്കാർ they might be again എന്താ പറയുക thinking of whether I should move on and continue whether this is the right like career for me I'm doing the right thing ഒരുപാട് doubts ഉണ്ടാവും so if you were to like this is again my last question I guess because almost 1 hour item discussion തുടങ്ങിയിട്ടുണ്ട് and I know like you have to go as well so sticking on to the time what would be your closing note to them especially as they are digital marketers like soon to be the top 1% marketers that is what we are trying to build
create the top 1% skilled professionals at any means. So what would be your one advice to them? Karanam indirectly or indirectly they are either working on their businesses or someone else's businesses. So what would be your advice to them? ഓക്കെ, ഈവൻ തോ ഞാൻ നിങ്ങളെ ഫീൽഡിൽ എനിക്ക് നിങ്ങളെ ആ ഒരു ബ്രാഞ്ചിനെ പറ്റി വലിയൊരു ഐഡിയ ഒന്നുമില്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു പൊതുവെയുള്ളൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ആക്ച്വലി ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് ഒരു പക്ഷേ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ കമ്പനി ഇപ്പോൾ TCSലാകുമ്പോൾ അതുപോലെ തന്നെ നിങ്ങളൊരു നല്ലൊരു കമ്പനി എത്തിച്ചിട്ട് ഒരാൾ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുള്ളൂ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്, റൈറ്റ്? അപ്പോൾ TCSൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ഓറിയൻറ്റേഷനിൽ അതേ ആൾക്കാരെ കൂടെ വർക്ക് ചെയ്യുന്നു, അവരുടെ കൂടെ ലഞ്ച് കഴിക്കുന്നു, അവരുടെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നു, അതേമാതിരി തന്നെ പിക്നിക്കിന് പോകുന്നു. ആ 2 കൊല്ലം അങ്ങനെ പോയി. അതേപോലെ തന്നെ എൻ്റെ അവിടെയുള്ള ആ കരിയറും ഒരു ഹോറിസോണൽ ഇങ്ങനെ പോയി, വേർട്ടിക്കലി പോകുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് മാക്സിമം സീനിയർ സൈഡ് സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ സീനിയർ സൈഡ് സ്പെൻഡ് ഈവൻ ലഞ്ചിനാണെങ്കിലും ഈവൻ അവിടെ സ്മോക്കിംഗ് ഏരിയ ആണെങ്കിലും ഒരു പറയും ജസ്റ്റ് നിങ്ങൾ സ്മോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോയാൽ മതി. ഒരുപാട് ഇൻഫോർമേഷൻ എക്സ്പീരിയൻസ് അവർ ത്രൂ കിട്ടും, അവർ കൂടെ സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നെക്സ്റ്റ് കമ്പനി ജമ്പ് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ 3-4 കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കരിയർ വൈസിൽ വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇത്ര പ്രൊമോഷൻ അത് റയർലി ഉണ്ടായിട്ടുള്ളൂ. മെയിൻ റീസൺ ഇതാണ്. ഞാനവിടെ പോകുന്ന കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ച് ജോയിൻ ചെയ്ത കൂടെ ആൾക്കാർ കൂടെ തന്നെ റിസൈൻ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ മാക്സിമം എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക. സ്കില്ലാണ് മാറ്റർ. മാക്സിമം ടൈം ഇൻവെസ്റ്റ് ചെയ്യുക കാര്യങ്ങൾ പഠിക്കാൻ. നിങ്ങളിപ്പം നിങ്ങളുടെ വാല്യൂ എപ്പോഴാണ് മനസ്സിലാവുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളൊരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സീനിയേഴ്സിനോ അല്ലെങ്കിൽ ബോസിനോ ടെൻഷനാണോ? ഇന്ന് ആളില്ല. ഡിപ്പെൻഡൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നിങ്ങളെ പേര് ഡിപ്പെൻഡൻസി വേണം. അല്ലടാ അവൻ ലീവ് എടുത്തില്ലെങ്കിൽ അവൻ ലീവ് എന്നാൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു അതിനിപ്പോൾ എന്താ? പക്ഷേ നിങ്ങൾക്കൊരു വാല്യൂ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഒരു ഇൻവിസിബിൾ പ്രൈസ് ടാഗ്. നിങ്ങളൊരു ദിവസം ലീവ് എടുത്ത് അവർക്ക് ടെൻഷൻ അടിക്കണം, ആ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളാണ് അതിൻ്റെ സോഴ്സ്. റെസിഗ്നേഷൻ ലെറ്റർ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രക്കും ഹാർട്ട് ബീറ്റ് കൂട്ടണം. വിടാൻ വേണ്ടി പോവാണ്, എങ്ങനെ പിടിച്ച് നിർത്തണം. കാലാകാലം ഒരു കമ്പനി വർക്ക് ചെയ്ത് ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് സ്വന്തമായിട്ട് തുടങ്ങാം. നിങ്ങൾ എത്ര കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവരെയാണ് നിങ്ങൾ വലുതാക്കുന്നത്. നിങ്ങൾ സ്കില്ല് വെച്ചുകൊണ്ട് നിങ്ങളവിടെ പോകുന്നത് ഇനീഷ്യലി ഒരു കമ്പനിയിലും ഇപ്പോൾ നല്ലൊരു കമ്പനി കിട്ടുകയാണെങ്കിൽ തന്നെ ഒരിക്കലും പൈസ ഫോക്കസ് ചെയ്യരുത്. സാലറി എത്രയാണെന്നുള്ളത് അത് ആക്സെപ്റ്റ് ചെയ്യുക. എക്സ്പീരിയൻസ് അല്ലേ? കാരണം നിങ്ങളെക്കാട് ഒരുപാട് എക്സ്പീരിയൻസ് ആൾക്കാർ കൂടെ വർക്ക് ചെയ്യുക. പിന്നെ ഒരു സെർട്ടൻ പോയിന്റ് ഓഫ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അത് നിങ്ങൾ തുടങ്ങും. എന്തായാലും ആ ടൈം ആകുമ്പോൾ നിങ്ങൾ ആ ഒരു പാഷൻ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ അതിലേക്ക് മൂവ് ചെയ്യും. ആ ഒരു ഗട്ട് ഫീലിംഗ് കിട്ടും എന്തായാലും സ്വന്തമായിട്ട് തുടങ്ങാനുള്ള. ഇപ്പോൾ ഞാൻ കൊടുത്ത ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒരുപാട് കാലമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ മസ്കത്തിലുള്ള ഒരാൾ മൂപ്പര് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഞാൻ നേരത്തെ മൂപ്പരോട് ഡിസ്കസ് ചെയ്ത സംഭവം 52 വയസ്സായി മൂപ്പര് നല്ലൊരു പേഴ്സണൽ കണക്ഷൻ എന്നായിട്ട് ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആണ്, നല്ല ഫാമിലി കാര്യങ്ങൾ. അപ്പോൾ വീക്കെൻഡിൽ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. മൂപ്പര് കാര്യം പറഞ്ഞൊക്കെ വല്ലാണ്ട് തന്നെ ഭയങ്കര ഒരു സ്വാധീനിച്ച്. മൂപ്പര് പറഞ്ഞ കാര്യം മൂപ്പർക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട്. കാരണം അത്രയ്ക്കും സ്കില്ലുള്ള ഒരാളാണ്. മൂപ്പര് പറഞ്ഞാൽ എൻ്റെ ഒരു നല്ലൊരു പ്രായത്തിൽ ഞാൻ സ്വന്തമായിട്ട് നല്ലൊരു കൺസൾട്ടൻസി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോഴും ഒരു മസ്കത്ത് യൂണിവേഴ്സിറ്റിയിൽ CFO ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഈസ് വർക്കിംഗ് അണ്ടർ സം വൺ. അപ്പോൾ എന്നോട് പറഞ്ഞ അഡ്വൈസാണ്, അൽഫ നിങ്ങൾ ഈ ഒരു പാഷൻ കൂടി മുന്നോട്ട് പോകുക. അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഏറ്റവും വലിയ വിഷമം റിഗ്രറ്റ് പറഞ്ഞ സാധനമുണ്ട്. അതെപ്പോഴാണ് മനസ്സിലാക്കുക? ഒരുപാട് കാലം കഴിഞ്ഞിട്ട് 45-50 വയസ്സ് ഒരു എംപ്ലോയി എന്നുള്ള ടാഗ് ലൈനിൽ വർക്ക് ചെയ്യും. അന്ന് തുടങ്ങിയാൽ മതിയായിരുന്നു, റൈറ്റ്? നിങ്ങൾ നാളെ തന്നെ തുടങ്ങണം എന്നല്ല പറയുന്നത്. സെർട്ടൻ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗട്ട് ഫീലിംഗ് വരും. പിന്നെ ഡിസിഷൻ എടുക്കണം. നിങ്ങൾ ഡിസിഷൻ എടുത്തിട്ട് ചെയ്തും കൊണ്ട് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അത് ലേണിങ്ങാണ്. അല്ലെങ്കിൽ അത് ടോട്ടലി എന്താ ഞാൻ നേരത്തെ പറഞ്ഞ അത് റിഗ്രറ്റ് ഭയങ്കര പെയിനാണ്. പറഞ്ഞാൽ മനസ്സിലായി മാത്രമേ. നിങ്ങൾ സ്ലോലി ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞപ്പോൾ ഒരൊറ്റ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. കോണ്ടന്റ് ക്രിയേറ്റർ ആഗ്രഹിക്കാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ, അത് വൈറലായി പോയിക്കോളൂ. ടൈം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, മണി ഫോക്കസ് ചെയ്ത് ഇനീഷ്യലി തന്നെ എക്സ്പീരിയൻസ് മാക്സിമം അക്യൂർ ചെയ്യുക. ഡിപ്പെൻഡൻസി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഡിപ്പെൻഡബിൾ ആയിരിക്കുക. നിങ്ങളുടെ ഡിപ്പെൻഡൻസ് ഉള്ളായിരിക്കണം. അവനില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല എന്നുള്ളത്. അപ്പം മാക്സിമം ലേൺ ചെയ്യുക. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് കമ്പനി വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ പഠിക്കുക, മാക്സിമം പഠിക്കുക. അതിനേക്കാളും കൂടുതൽ പഠിക്കാൻ വേണ്ടി നോക്കുക. ക്ലയൻറ്റിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. മനസ്സിലായല്ലോ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് സംഭവം സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് തുടങ്ങാൻ വേണ്ടി നോക്കുക. തീർച്ചയായിട്ടും സക്സസ് ആവും. എനിക്ക് ഒരുവിധമൊക്കെ എല്ലാവരും കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയവരായിരിക്കും അല്ലേ? ഡിഗ്രി കഴിഞ്ഞ് ഇനി എന്ത് എന്നുള്ള ചോദ്യമായിരിക്കും അല്ലേ?
ഓക്കെ, ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരൊറ്റത്തിനും എന്ത് ജോബ് എന്ന് ഐഡിയ ഉണ്ടാവില്ല. ഐ വാസ് ദ സെയിം. ഞാൻ ബിടെക് കഴിഞ്ഞ് പിന്നെ അമ്മോനോട് ചോദിച്ചു, അല്ല ഇനിയിപ്പോൾ എന്ത് പണിയാണ് എടുക്കുക, എനിക്ക് ഒരു പണിയും അറിയില്ലല്ലോ, നമ്മൾ ബിടെക് മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ. സോ ഐ വാസ് അണ്ടർ ദ സെയിം തിങ്. പക്ഷെ അന്ന് എനിക്ക് മിസ്സായൊരു സാധനമുണ്ട്. യു നീഡ് മെൻറ്റേഴ്സ് ഇൻ യുവർ ലൈഫ്. അതായത് പിന്നെ എക്സ്പീരിയൻസ് ഇല്ല ആൾക്കാരോട് പോയി സംസാരിക്കുക, ചുമ്മാ സംസാരിക്കുക. അവരൊന്നും വിചാരിക്കാൻ പോകണ്ട. നമ്മളൊക്കെ ഇപ്പം റിസ്വാൻ, ഹാരിസ്, ഫെലിക്സ്, ഞങ്ങളോടൊന്നും വന്ന് സംസാരിക്കാൻ ഞങ്ങൾ വലിയ ബാരിയേഴ്സ് ഒന്നും വെക്കാറില്ല. പലർക്കും ഇപ്പോഴും മടിയാണ് സംസാരിക്കാൻ. പക്ഷെ അവരോട് പോയി സംസാരിച്ച് കഴിഞ്ഞാൽ യു വിൽ നോ ദാറ്റ് വി വർ ഓൾസോ ലൈക്ക് യു ഗൈസ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. നമ്മളൊക്കെ വളരെ ലേറ്റായിട്ട് റിയലൈസ് ചെയ്തു. ബട്ട് വാട്ട് ഐ ഡു നൗ ഇസ്, എൻ്റെ കസിൻസൊക്കെ ഞാൻ പറയും, കാണിച്ചു കൊടുക്കും ഇതേപോലെ. പിന്നെ ഓക്കെ, ഐ ടെൽ യു ദ സ്റ്റോറി ഓഫ് ഹൗ ഫെലിക്സ് ഗോട്ട് ഇൻ ദിസ് സീറ്റ്. യു കെയിം ഹിയർ ഇൻ ദിസ് സീറ്റ് റൈറ്റ്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു കസിൻ 17 വയസ്സായപ്പോൾ അവനെ ഞാൻ കേരള പ്രൊഡക്റ്റ് ഉണ്ട്, ഫെലിക്സിനോടും ചോദിച്ചില്ല, ഞാൻ ഇടിച്ച് കയറ്റിയതാണ് ആക്ച്വലി. പിന്നെ സ്റ്റുഡൻസ് ആകുമ്പോൾ ഫെലിക്സിന് ഒരു ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഓക്കെ സ്റ്റുഡൻസ് അല്ലേ, കയറിക്കോട്ടെ. അങ്ങനെ അവനൊരു മീറ്റിങ്ങിനുണ്ടായി. ആ മീറ്റിങ്ങിന് എനിക്ക് ഒന്ന് ഫെലിക്സ് ഉണ്ട്, ബൈമിയ കോഫിൻ്റെ ജിജോ ഉണ്ട്, ഹീസ് എ $1 million സ്ട്രൈപ്പ് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയാണ്, ഇപ്പം വൺ ഓഫ് ദ ബിഗസ്റ്റ് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഇൻ ദ വേൾഡ്. ലിയാസ് ഉണ്ട്, ഹു ഹാസ് റേസ്ഡ് നോട്ട് ലെസ് ദാൻ $10 million. ജസീലുണ്ട്, ഫെയർഫസ്റ്റ്. സോ എവ്രി വൺ വാസ് $1 million കമ്പനി. ഒരു 6-7 പേരെ അന്ന് മീറ്റിങ്ങിന് വന്നുള്ളൂ. പക്ഷെ അവൻ്റെ കൂടെ ഇരിക്കുന്നവരൊക്കെ ഭയങ്കര സംഭവങ്ങളായിരുന്നു. അന്നാണ് അവൻ മനസ്സിലാക്കണത്, ഇങ്ങനൊക്കെ പരിപാടി ഉണ്ടല്ലേ, നമുക്കൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് എവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് എന്തും ചെയ്യാമല്ലേ. ഓക്കെ, നൗ ദാറ്റ് ഗൈ ഈസ് ക്രിയേറ്റിംഗ് വീഡിയോസ് ഫോർ ഫെലിക്സ്. അന്ന് പിന്നെ 16 വയസ്സിലാവൻ വന്ന്, എനിക്ക് സ്റ്റിൽ രോമാഞ്ചം വരുന്നുണ്ട് കേട്ടോ പറയുമ്പോൾ. ഓക്കെ, സോ ആ വീഡിയോ പിന്നെ അവൻ ആ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്ത ഒരു റീല് ഹാരിസ് കണ്ടു. ദാറ്റ്സ് ഹൗ ഹാരിസ് കോൾ മീ. ഫെലിക്സിനെ കിട്ടുമോ നമ്മൾ അക്കാഡമി ഓറിയൻറ്റേഷന്. സോ യു നീഡ് മെൻറ്റേഴ്സ്. ആൾക്കാർ ഇനി മെൻറ്റേഴ്സ് ഇല്ലെങ്കിൽ പോയി അങ്ങോട്ട് ചോദിക്കുക. മോസ്റ്റ് ഓഫ് ദ ഓൺടർപ്രീനേഴ്സ്, ഇപ്പം അൽഫാനെ മീറ്റ് ചെയ്തത് എനിക്കാകെ 1000 ഫോളോവേഴ്സോ 1000 എനിക്ക് തന്നെ അറിയില്ല എത്ര ഫോളോവേഴ്സ് ഉണ്ട്. അൽഫാന് 200,000 ഉണ്ട്. ഞാൻ അൽഫാൻ്റെ ഒരു മെസ്സേജ് അയച്ച്, ക്യാൻ വി മീറ്റ്, ഞാൻ നിങ്ങളെ കണ്ടൻറ്റൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്, യു ഡു എ ലോട്ട് ഓഫ് കോഴ്സസ്. അൽഫാൻ ഒറ്റയടിക്ക് യെസ് പറഞ്ഞു. സോ ഞാനൊന്നുമല്ല, ബേസിക്കലി അൽഫാൻ നോക്കുകയാണെങ്കിൽ ഐ ആം നോ വൺ. പക്ഷെ അതാണ് മോസ്റ്റ് ഓഫ് ദ ഓൺടർപ്രീനേഴ്സ്, യങ് ഓൺടർപ്രീനേഴ്സ് ദീസ് ഡേയ്സ് വിൽ ബി ഓപ്പൺ ടു ഡിസ്കഷൻസ്. അപ്പോൾ നേരെ പോവുക, ഹിറ്റ് ചെയ്യുക, ആസ്ക് അബൌട്ട് ദെയർ ലൈഫ്, ആസ്ക് ഐ ആം ഗോയിങ് ത്രൂ ദീസ് പ്രോബ്ലംസ്. ഇപ്പോൾ നിങ്ങളൊരു റീറ്റെയിൽ ഷോപ്പ് എടുക്കുക, റീറ്റെയിലിൽ കുറച്ച് നിങ്ങൾക്ക് നിങ്ങളെ നെറ്റ്വർക്കിൽ ആരെങ്കിലും പോയി മീറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഞാനിപ്പോൾ ഈ പ്രോബ്ലംസിലൊക്കെ കൂടി പോവുകയാണ്, എന്താ ചെയ്യേണ്ടത്. ഐ ക്യാൻ ഗോ ഓൺ ടോക്കിംഗ് അബൌട്ട് ദിസ് സബ്ജക്ട്, ബട്ട് യു നീഡ് മെൻറ്റേഴ്സ്.